ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലടയാറിൻ്റെ തീരത്താണ്. നമ്മുടെ പുല്ലുകാരുടെ അഭിമാനം കല്ലടയാണ്. ഈ വേനൽക്കാലത്ത് ഒട്ടുമിക്ക ആറുകളും വറ്റി വരണ്ട് കിടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കല്ലടയാറ് ഇപ്പോഴും ഒരു വെള്ളത്തിൻ്റെ ഒരു കുറവില്ലാതെ നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി ഭംഗി കൃത്രിമമല്ല, മനുഷ്യനിർമ്മിതവും അല്ല. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന എൻ്റെ നാട് പ്രകൃതി ഭംഗി തേടി നടക്കുന്ന ആൾക്കാർ എൻ്റെ നാട് കാണേണ്ടത് തന്നെയാണ്. എന്നും ജോലിക്ക് പോകുന്ന ധൃതിയിൽ ഒന്ന് മുങ്ങിക്കയറുകയാണ് പതിവ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് അത് ആശ്രയിച്ച് തന്നെ കുളിക്കാൻ പോവുക. നിങ്ങൾ ഡിസ്കവറി ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് മനസ്സിൽ വരുന്നത് ചീങ്കണ്ണിയുടെയോ അന്നാക്കൊണ്ടയുടെയോ ചില കടൽപ്പാമ്പുകളുടെയോ ഒക്കെയോ രൂപങ്ങളായിരിക്കാം. പക്ഷെ കല്ലടയാറിൽ ഇത് യാതൊരു പ്രശ്നങ്ങളുമില്ല. അത്ര ശുദ്ധമായ ജലമാണ്. ഇതിൽ പതുങ്ങിയിരിക്കുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ മണൽ വാരിയ ഗർത്തങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ പരിസരവാസികൾക്ക് അറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അവർക്ക് ഇതനുസരിച്ച് അവർ നീന്തി തുഴഞ്ഞ് കയറുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു തരത്തിലുള്ള നീന്തലാണ്, ഒരു തരത്തിലുള്ള സ്വിമ്മിങ് ആണ്. ഇത് അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള സ്വിമ്മിങ് അല്ല. പക്ഷേ ലേഡീസാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറ്. ചെറിയ മഴക്കോളുണ്ട്, മഴയുടെ ലക്ഷണമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ കടവ് ഇപ്പോൾ ആളൊഴിഞ്ഞ് കാണപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റി. ആൾക്കാർ കുളിക്കുന്നതിനിടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ അടി പറ്റിക്കുകയും ചെയ്യും. നമ്മളെ ഈ പൂളിൽ നീന്തുന്ന പോലല്ല ഒഴുക്കിനെതിരെയാണ് നീന്തുന്നത്. അത് നീന്തി പഠിക്കേണ്ടത് തന്നെയാണ്. ഇത് മലർന്നു കിടന്ന് നീന്തുന്ന രീതിയാണ്. ഇത് ഒഴുക്കിനെതിരെയാവുമ്പോൾ ഇച്ചിരി ടഫാണ്. മനുഷ്യർക്ക് മാത്രമേ ഇത്ര കഷ്ടപ്പെട്ട് നീന്തേണ്ട അവസ്ഥയുള്ളൂ. പട്ടി, പശു, ആന ഈ സാധനങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് നീന്തുന്നതാണ്. അതും ആരും നീന്താൻ പഠിപ്പിക്കാതെ തന്നെ. ചില മത്സ്യങ്ങൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വന്ന് പൊങ്ങിച്ചാടുന്നതും പരുന്തകൾ മത്സ്യങ്ങളെ വെള്ളത്തിനടിയിൽ നിന്ന് റാഞ്ചിക്കൊണ്ട് പോകുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഞാൻ ക്യാമറ ഓണാക്കിക്കൊണ്ടായിരിക്കാം ഇവറ്റകളൊന്നും മറഞ്ഞു പോയത്. നല്ല മഴക്കോളുണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുളി നിർത്തി വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ചില കൂട്ടുകാർ ഈ വഴിയെ പട്ടിക്കാടൊന്നും ഊട് വഴി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ എൻ്റെ നാട്, എൻ്റെ ഈ വഴി എനിക്ക് രാജവീതി പോലെ തന്നെയാണ്. ഇവിടെ പന്നിയുള്ള ഒരു സ്ഥലമാണ്. ഇതുവഴി പോകുന്ന ആൾക്കാരെ പന്നി കൊത്തിയിട്ടുമുണ്ട്, അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചും പിടിച്ചൊക്കെയാണ് ഇതുവഴി പോകുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ടാർഗറ്റ് റോഡ് KSRTC സർവീസ് ഉള്ള റോഡാണ്. രാവിലെയും വൈകിട്ടും ഓരോ സർവീസും, അതും വന്നാൽ വന്ന്. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും മഴയും തുടങ്ങി, വേനൽ മഴ. എന്നാൽ പിന്നെ ഈ മഴയൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ദേഹത്തുണ്ടാകുന്ന ചുടുകുരു, വെതർ, ഇതിനെല്ലാം ഉത്തമ ഔഷധമാണ് വേനൽ മഴ.